Hi, dear students. Are you all happy? Yes or no? Say loudly. Yes, happy, to be happy. Okay. Yeah? Then, those who are happy, have a big clap together. Okay. Should be happy always. Try to be happy. Then, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ the first ക്ലാസ്സിൽ നമ്മൾ ഈസ് പഠിച്ചു. Then the usage of is, was, will be. Yes or no? Then another class we studied what WH question. What are they? What, when, why, and which, who, whose, how. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? ഓക്കെ, എല്ലാവരും നോട്ടിലൊക്കെ എഴുതിയും പറഞ്ഞും പഠിക്കണം എല്ലാവരും. ടുഡേ, ഇന്ന് നമുക്ക് ക്യാൻ, കുഡ് എന്നുള്ള പ്രയോഗം, ദ യൂസേജ് നമുക്ക് പഠിക്കാം. ഓക്കെ, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും, അങ്ങനെ പറയാം. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. യെസ് ഓർ നോ? ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ കഴിയും. ഐ ക്യാൻ റീഡ് ഇംഗ്ലീഷ്. ഐ ക്യാൻ റീഡ് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് എഴുതാൻ കഴിയും. ഐ ക്യാൻ റൈറ്റ് ഇംഗ്ലീഷ്. യെസ്. ദെൻ എനിക്കത് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ ഡു ഇറ്റ്. യാ. ദെൻ എനിക്ക് അവിടെ പോകാൻ കഴിയും. ഐ ക്യാൻ ഗോ ദർ. യെസ് ഓർ നോ? ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്ന് എങ്ങനെ പറയാം? വി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. വി ക്യാൻ സ്പീക്ക്. ലിസൺ ഹിയർ. സി, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. വി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്ന് എങ്ങനെ പറയാം? ദേ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ. ദെൻ അവന് ഇംഗ്ലീഷ് ഹീ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഷീ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ. നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. സി, യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. യെസ് ഓർ നോ? All of you understand? Then next one, നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ? You say, listen here. You see, നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ, you can speak English. Am I right? You can speak English. നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ? Can you speak English? How is it? Can you speak English? നിനക്ക് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നത്? എങ്ങനെ? ഹൗ ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്? ആർ യു സ്റ്റഡി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ? യെസ്. ഓക്കെ. ബീങ് സ്റ്റഡി മജ്ലിസ് സ്കൂൾ, മജ്ലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അണ്ടർസ്റ്റാൻഡ്? യെസ്. ദെൻ നമുക്ക് ഇംഗ്ലീഷ് വി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ആൾ ഓഫ് യു ഗോട്ട്? നെക്സ്റ്റ് വൺ, എൻ്റെ മദറിനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്ന് എങ്ങനെ പറയാം? മൈ മദർ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ. My mother can speak English. Does your mother speak English? Does your father speak English? Yes or no? Doesn't matter. Okay. Anyhow, you speak English. Okay. Next. Okay. നമ്മുടെ മദേഴ്സിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന our mothers can speak English. Our mothers can speak English. Okay. അവരുടെ മദേഴ്സിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. Their mothers can speak English. Their mother can speak English. നെക്സ്റ്റ് വൺ, അവൻ്റെ മദറിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഹിസ് മദർ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഔട്ട് സേ ഹിസ് മദർ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അവളുടെ മദറിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്ന് എങ്ങനെ പറയാം? ഹെർ മദർ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. പടൻ, ഹെർ മദർ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. നിൻ്റെ മദറിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും, എങ്ങനെ പറയാം? യുവർ മദർ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ. Yes or no? Then we practice one rhymes. To practice this all, to remember all these, once we can practice. But I am the best of my mother. We are the best of our mother. Yes or no? Then you have to never get confused. Once again, dear, say, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്ന് എങ്ങനെ പറയാം? I can speak English. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ കഴിയും. ഐ ക്യാൻ റീഡ് ഇംഗ്ലീഷ്. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുമെന്ന് ഇങ്ങനെ പറയാം.
ഐ ക്യാൻ ഡ്രൈവ്, എനിക്ക് നല്ലപോലെ ഡ്രൈവ് ചെയ്യണം. ഐ ക്യാൻ ഡ്രൈവ് വെരി വെൽ. പടൻ, ഐ ക്യാൻ ഡ്രൈവ് വെരി വെൽ. ഓക്കെ ഓക്കെ സി, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. വി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് ഒഴുക്കോടുകൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. വി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ഓക്കെ, ആൾ യു ഗോട്ട് ഐഡിയ? യെസ് ഓർ നോ? യാ. ദെൻ എനിക്കത് തനിച്ച് ചെയ്യാൻ കഴിയുന്നതിന് ഐ ക്യാൻ ഡു ഇറ്റ് മൈസെൽഫ്. ഐ ക്യാൻ ഡു ഇറ്റ് മൈസെൽഫ്. നമുക്ക് തനിച്ചതൊക്കെ ചെയ്യാം. വി ക്യാൻ ഡു ഇറ്റ് അവർ സെൽവ്സ്. നെവർ ഗെറ്റ് കൺഫ്യൂസ്. യാ. ഓക്കെ, വൺ മോർ വി ക്യാൻ. ഒന്നുകൂടി നമുക്ക് പറഞ്ഞു നോക്കാം. എനിക്ക് 2 ദോശ തിന്നാൻ പറ്റും. അങ്ങനെ പറയാം. ഐ ക്യാൻ ഈറ്റ് 2 ദോശ. സ്വർണോ, നിനക്ക് എത്ര ദോശ തിന്നാൻ പറ്റുക എന്ന് ചോദിക്കുക. ഹൗ മെനി ദോശ ക്യാൻ യു ഈറ്റ്? അടൻ, ഹൗ മെനി ദോശ ക്യാൻ യു? ഓക്കെ സി, നെക്സ്റ്റ് വൺ. നിനക്ക് എത്ര ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റും? വെള്ളമൊക്കെ നല്ലോണം കുടിക്കണം എല്ലാവരും കേട്ടോ. ഓക്കെ, മഴക്കാലമാണ്, വെള്ളമൊക്കെ നല്ലോണം കുടിക്കണം. ഓക്കെ, ഹൗ മെനി ഗ്ലാസ് വാട്ടർ ക്യാൻ യു ഡ്രിങ്ക്? പടൻ, ഹൗ മെനി ഗ്ലാസ് വാട്ടർ ക്യാൻ യു ഡ്രിങ്ക്? നിനക്ക് 3 ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റുമോ? ക്യാൻ യു ഡ്രിങ്ക് 3 ഗ്ലാസസ് ഓഫ് വാട്ടർ? 3 ഗ്ലാസ് മിൽക്ക് കുടിക്കാൻ പറ്റുമോ? ക്യാൻ യു ഡ്രിങ്ക് 3 ഗ്ലാസസ് ഓഫ് മിൽക്ക്? ഓക്കെ, ഫുൾ ഗ്ലാസ് ഓഫ് മിൽക്ക്. ഓക്കെ സി, നെക്സ്റ്റ് വൺ. സി, നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു 10 ദോശ തിന്നാൻ പറ്റും എന്നിങ്ങനെ പറയാം. വി ക്യാൻ ഈറ്റ് 10 ദോശ. റൈറ്റ്? യാ. ഓക്കെ, നമുക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റും. വി ക്യാൻ പ്ലേ ഫുട്ബോൾ. ഓക്കെ, നമുക്ക് ഈ മഴക്കാലത്ത് ഇങ്ങനെ ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ? ക്യാൻ വി പ്ലേ ഫുട്ബോൾ ദിസ് റെയിനി സീസൺ? ഓക്കെ, ഇറ്റ്സ് ബെറ്റർ ടു ബി ഔട്ട്. ഓക്കെ സി, അവർക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ദേ ക്യാൻ ഡ്രൈവ്. സി, അവന് 3 ദോശ തിന്നാൻ പറ്റും. 3 ഒറോട്ടിയോ? സേ ഒറോട്ടീസിനോ? ഓക്കെ, അവന് 3 ഒറോട്ടി തിന്നാൻ പറ്റുമെന്ന് എങ്ങനെ പറയാം? ഹി ക്യാൻ ഈറ്റ് 3 ഒറോട്ടീസ്. ഓക്കെ, അവനിക്ക് 3 ഒറോട്ടി തിന്നാൻ പറ്റുമോ? ക്യാൻ ഹി ഈറ്റ് 3 ഒറോട്ടീസ്? അവനിക്ക് എങ്ങനെ 3 ഒറോട്ടി തിന്നാൻ പറ്റുക? ഹൗ ക്യാൻ ഹി ഈറ്റ് 3 ഒറോട്ടി? ഓക്കെ, യെസ് ഓർ നോ? നിൻ്റെ ചെറിയ ബ്രദറിന് എന്താണ് പറയുക? യങ്ങർ സിസ്റ്റർ. ഓക്കെ, ദെൻ ചെറിയ അനുജന് യങ്ങർ ബ്രദർ. ഓക്കെ, ക്യാൻ യുവർ യങ്ങർ ബ്രദർ ഈറ്റ് 3 ഒറോട്ടീസ്? നിൻ്റെ ചെറിയ അനുജന് 3 ഒറോട്ടി തിന്നാൻ പറ്റുമോ? യെസ് ഓർ നോ? ഓക്കെ, ഇനി ഡിയേഴ്സ്, ദെൻ നിനക്കത് ചെയ്യാൻ പറ്റും. യു ക്യാൻ ഡു ഇറ്റ്. നിനക്കത് ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു ഡു ഇറ്റ്? നിനക്ക് തനിച്ചത് ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു ഡു ഇറ്റ് യുവർ സെൽഫ്? ഓക്കെ, ക്യാൻ യു ഡു ഇറ്റ് യുവർ സെൽഫ്? ഇന്ന് തന്നെ നിനക്കത് ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു ഡു ഇറ്റ് ടുഡേ ഇറ്റ്സെൽഫ്? ഓക്കെ, ഓക്കെ സി ഡിയേഴ്സ്. ഓക്കെ, എല്ലാ ദിവസവും എനിക്കത് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ ഡു ഇറ്റ് എവറി ഡേ. നെക്സ്റ്റ് വൺ ഡിയേഴ്സ്. നെക്സ്റ്റ് വി ക്യാൻ ആഡ് കുഡ്സ്. എനിക്ക് ഇംഗ്ലീഷ് നല്ലപോലെ സംസാരിക്കാൻ കഴിഞ്ഞു. ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. ഓക്കെ, ആനുവൽ പ്രോഗ്രാമിനെയൊക്കെ സ്കൂളിൽ അസംബ്ലിയിലൊക്കെ എനിക്ക് നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞു. ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ ഫ്രം അസംബ്ലി. റൈറ്റ്? യാ. എനിക്ക് കഴിഞ്ഞോ? കുടിയൂ. ഓക്കെ, എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു. ഐ കുഡ് ഡു ഇറ്റ്. എനിക്കത് നല്ലപോലെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. ഐ കുഡ് ഡു ഇറ്റ് വെരി വെൽ. ഓക്കെ, ഐ കുഡ് ഡു ഇറ്റ് വെരി വെൽ. സി, നിനക്ക് എങ്ങനെയാണ് അത് നല്ലപോലെ ചെയ്യാൻ കഴിഞ്ഞത്? ഹൗ കുഡ് യു ഡു ഇറ്റ് വെരി വെൽ? ഓക്കെ, നിനക്ക് എങ്ങനെ ഇംഗ്ലീഷ് നല്ലപോലെ ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞത്? ഹൗ കുഡ് യു സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ? ബൈ പ്രാക്ടീസ്. ഓക്കെ, എപ്പോഴും വായിക്കണം, ഇംഗ്ലീഷ് കേൾക്കണം. ഓക്കെ, മലയാളം പറയുമ്പോഴൊക്കെ അതിനെന്ത് ഇംഗ്ലീഷ് പറയാം? ഓക്കെ, ഒരു മലയാളം നമ്മൾ പറയുമ്പോൾ അതിനെന്തായിരിക്കും ഇംഗ്ലീഷ് പറയാം? എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുക. ഓക്കെ, അറിയാത്തതൊക്കെ മാഷൊക്കെ വിളിച്ച് ചോദിക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. പിന്നെ നെക്സ്റ്റ് വൺ ഡിയേഴ്സ്. ദെൻ
All of you understood this usage? എന്നെ സഹായിക്കാൻ പറ്റുമോ? ക്യാൻ യു ഹെൽപ്പ് മീ? ക്യാൻ യു ഹെൽപ്പ് മീ? സി, നിൻ്റെ മദറിനെ നിനക്ക് സഹായിക്കാൻ കഴിയുമോ? ക്യാൻ യു ഹെൽപ്പ് യുവർ മദർ? യെസ് ഓർ നോ? ഓക്കെ. എനിക്ക് എൻ്റെ മദറിനെ സഹായിക്കാൻ കഴിയും. ഐ ക്യാൻ ഹെൽപ്പ് മൈ മദർ. യെസ്, ഡു ആൾ ഓഫ് യു ഹെൽപ്പ് യുവർ മദർ? ഓക്കെ, നിനക്ക് സഹായിക്കണം കേട്ടോ. ഓക്കെ, മദറിനെ സഹായിക്കണം. ഓക്കെ, നമുക്ക് നമ്മൾ പാരൻസിനെ സഹായിക്കാൻ കഴിയും. വി ക്യാൻ ഹെൽപ്പ് അവർ പാരൻസ്. ഓക്കെ, അവർക്ക് കഴിയും. ദേ ക്യാൻ ഹെൽപ്പ് ദെയർ പാരൻസ്. ഓക്കെ, അവന് അവൻ്റെ മദറിനെ സഹായിക്കാൻ കഴിയും. ഹീ ക്യാൻ ഹെൽപ്പ് ഹിസ് മദർ. ദെൻ ഡിയേഴ്സ്, ഓക്കെ, വി ഹാവ് ബീൻ പ്രാക്ടീസ്. നമ്മൾ റൈംസിൽ കൂടിയൊക്കെ ഇത് ശൈലികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടി നമുക്ക് ആ റൈംസ്, വി ക്യാൻ റീകാൾ ദ റൈംസ് വൺസ് അഗൈൻ, ആൾ ഓഫ് യു. യാ, will all of you with me? Yes, sing together. Okay, sing together loudly. Okay. I am the best of my mother. We are the best of our mother. They are the best of their mother. Then he is the best of his mother. She is the best of her mother. You are the best of your mother. Are you the best of your mother? Yes, I am the best of my mother. Those who are the best of your mother, have a clap together. Okay, nice. All of should be so better and best, both here and both inside the home, outside, everywhere. Okay, dears, all of you practice, try your level best. Okay, and speak English is the right way to improve your English. Then don't hesitate. ഇംഗ്ലീഷ് സംസാരിച്ചത് തെറ്റിപ്പോവോ എന്ന് കരുതരുത്. ഓക്കെ, നമ്മൾ നടത്തം പഠിച്ചിട്ടുള്ളത് നമ്മൾ ഒരു ദിവസം കൊണ്ടാണോ നടത്തം പഠിച്ചത്? ഒരാഴ്ച കൊണ്ടാണോ നടത്തം പഠിച്ചിട്ടുള്ളത്? ഉമ്മനോട് ചോദിക്കുക, ഉമ്മ ഞാൻ ഒരാഴ്ച കൊണ്ടോ, ഒരു മാസം കൊണ്ടാണോ, 2 മാസം കൊണ്ടാണോ നടത്തം പഠിച്ചതല്ല, പല പ്രാവശ്യം വീണു. ദ സെയിം വേ ട്രൈ യുവർ ബെസ്റ്റ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, ദിസ് ഇസ് എ റൈറ്റ് വേ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. English is nothing but something we got from Majlis English Medium School. Have a nice day.